2019 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരം ആരും മറക്കാൻ സാധ്യതയില്ല. അന്ന് ബൗണ്ടറി കണക്കിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ഇംഗ്ലണ്ട് ചാമ്പ്യന്മാരായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇംഗ്ലണ്ട് ലോകകപ്പ് കളിക്കാൻ സാധിക്കാതെ പുറത്തായേക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏകദിന ക്രിക്കറ്റിൽ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങുന്ന ഇംഗ്ലണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ കളിച്ച 14 മത്സരങ്ങളിൽ 3 മാത്രമാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ICC റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്തേക്ക് ഇംഗ്ലണ്ട് പിന്തള്ളപ്പെട്ടു. 2027 ലോകകപ്പിൽ 14 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ആതിഥേയ രാജ്യങ്ങൾ എന്ന നിലയിൽ സൗത്ത് ആഫ്രിക്കയും സിംബാബ്വേയും യോഗ്യത നേടിക്കഴിഞ്ഞു. നമീബിയയിലും മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഫുൾ മെമ്പർ രാജ്യമല്ലാത്തതിനാൽ അവർക്ക് നേരിട്ട് യോഗ്യത നേടാൻ കഴിയില്ല. ICC റാങ്കിങ്ങിൽ ആദ്യ 8 സ്ഥാനങ്ങളിൽ ഇടം നേടുന്ന ടീമുകൾക്ക് നേരിട്ട് ലോകകപ്പിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇംഗ്ലണ്ടിനേക്കാൾ 1 പോയിന്റ് മാത്രം കുറവുള്ള വെസ്റ്റ് ഇൻഡീസ് 9ാം സ്ഥാനത്താണ്. ഇനി വരുന്ന ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് 3 മത്സര പരമ്പരയിൽ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടാൽ അവർ 9ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. അങ്ങനെ വന്ന ഇംഗ്ലണ്ടിന് യോഗ്യതാ മത്സരങ്ങൾ കളിച്ച് മാത്രമേ ലോകകപ്പിൽ എത്താൻ സാധിക്കൂ. കഴിഞ്ഞ തവണ യോഗ്യതാ മത്സരം കളിച്ച വെസ്റ്റ് ഇൻഡീസിന് യോഗ്യത നേടാൻ സാധിക്കാതെ പോയിരുന്നു. അത്തരത്തിലൊരു അവസ്ഥയിലേക്കാണോ ഇംഗ്ലണ്ടിന്റെ പോക്ക് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.